ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം ഷീൽ? ഇപ്പൊ ഞാൻ സിനിമയൊക്കെ വിട്ട് ആഗ്രഹങ്ങളൊന്നും അങ്ങനെ മനസ്സിലില്ല. ഇഷ്ടമായിരുന്നു ഉള്ളിന്റെ ഉള്ളിലെ ചെറുപ്പത്തിലെ? അതെല്ലാം ഞാൻ സിനിമ കണ്ടല്ലോ. എനിക്ക് അതെന്നാന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അങ്ങനെയല്ലേ, സിനിമ എന്താണെന്ന് അറിയാം. സിനിമയിൽ എന്റെ ഒരു പോസ്റ്ററിൽ എന്റെ തലയൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കണ്ടു. മാഗസിന്റെ ചിത്രം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അന്നേ വന്നു. അത് വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ നടന്നു. അപ്പൊ സിനിമയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടെ തന്നെ അഭിനയിച്ചു. മിക്ക എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ ആ ഒരു ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ കാശ് കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലോ. അല്ലാതെ പുറത്തുനിന്ന് എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുന്നതൊക്കെ വളരെ കുറവാണ്. വിളിക്കുന്നില്ല എന്നല്ല, എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ ഈയിടെയും 2-3 സിനിമകളിൽ നിന്ന് വിളിച്ചു. എനിക്കപ്പം ഞാൻ ചെയ്തു വെച്ച കുറച്ചൊരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് അതിൽ നിന്ന് മാറി എനിക്ക് എന്തോ ഒരു നമ്മുടെ ഇമേജ് എനിക്ക് ആ ഒരു അങ്ങനെ നിന്നോട്ടെ. ഷിലു എബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഇരുന്നോട്ടെ, പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ ഞാൻ 2-3 എണ്ണം ഡീനേ ചെയ്തു ഇപ്പൊ ഈയിടെ വന്നത്. ഇപ്പൊ സിനിമയിലൊന്നും വേണ്ട, സിനിമയിലൊന്നും അഭിനയിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ ഒരു പെൺകുട്ടി സിനിമയിലേക്ക് വന്നു. അത് പക്ഷെ സിനിമയിൽ വന്നപ്പോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓർ എ ബാഡ് എക്സ്പീരിയൻസ് ഫോർ യു? രണ്ടും ഉണ്ട്. ആണോ? ഗോസിപ്സ് ഒക്കെ വരാർ കേൾക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ഹൗ യു റിയാക്ട് ടു ദാറ്റ്? അങ്ങനെ ഗോസിപ്പിന്റെ വാക്കേ നമുക്ക് അർത്ഥം അറിയാം. ഗോസിപ്പ് റൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ വി ഫീൽ ബാഡ് ഓഫ് അവർസെൽഫ് അല്ലേ? അങ്ങനെ ഒരു ഗോസിപ്പായിട്ടൊന്നും എന്നെ പറ്റി നമ്മളെ പറ്റി ബേസിക്കലി കേൾക്കുമ്പോ നമുക്കൊരു ഫീൽ ബാഡ് തോന്നാറില്ലേ ആദ്യമൊക്കെ? ഇപ്പൊ ഇത് എന്താണ്, ഇപ്പൊ ഫുൾ ഇതല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ഷീലുവിന് എപ്പോഴും തോന്നിയിട്ടില്ല ഈ നെഗറ്റീവ് ഇസ് നോട്ട് സോ ഗുഡ്? ആരും നെഗറ്റീവിനെ പറ്റി പറയുന്നല്ലാതെ പോസിറ്റീവ് പറയുന്നില്ല. പോസിറ്റീവ് പറയില്ല. അതാണ് എല്ലാവർക്കും ഇഷ്ടം. മനുഷ്യരങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് ഏതാണോ, ഇപ്പം ഞാൻ എന്നെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അത് മാത്രമായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്റെ നല്ല ഗുണങ്ങൾ ആരും കാണത്തില്ല. അല്ല, ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ലൈഫിൽ ഒരിക്കലും വരത്തില്ല. അതെങ്ങനെ വരും? അതെന്താ വെച്ചാൽ അതുകൊണ്ടാണല്ലോ എല്ലാം ഈ നെഗറ്റീവ് മാത്രം വരുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് മാത്രം വരുന്നത്? അത് ആൾക്കാർക്ക് അത് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിലാണോ കുറച്ച് കൂടുതലെന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിലിം ഫീൽഡ് അല്ല, ഇൻ ടോട്ടാലിറ്റിയില് ഈ ഇങ്ങനെ നെഗറ്റീവ് മാത്രം. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നോക്കിക്കേ, കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിർത്തി കമന്റ്സ് നോക്കലൊക്കെ നിർത്തി. നമ്മള് ഞെട്ടിപ്പോകും. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ സമയമുണ്ട് ഇവർക്ക് ഇരുന്ന് ചിന്തിച്ച്. ചിലതൊക്കെ നമുക്ക് ചിരി വരും. വളരെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കമന്റ് ചെയ്യും. നെഗറ്റീവ് ക്രിയേറ്റീവ് ആയിട്ട് കമന്റ് ചെയ്യും. പോസിറ്റീവ് അല്ല കേട്ടോ ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പൊ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സ്റ്റേറ്റിലുണ്ടോ? ഇവരൊക്കെ വേറെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇല്ല, ഒരിക്കലും ഇല്ല. 1-2 പ്രാവശ്യം കണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ അല്ലാതെ. കാരണം പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമില്ല, റിയാക്ട് ചെയ്താൽ അത് കൂടുതൽ വഷളാവും. അതിനെക്കാട്ടിലും നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മൾ അവരുടെ സംസ്കാരത്തിലേക്ക് പോകും. സൈലൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ. നമ്മളത് ആ ഒരു സംസ്കാരം നമ്മള് നമുക്ക് ആ സംസ്കാരം ഇല്ല. അവരുടെ സംസ്കാരമാണ് അവര് കാണിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ഷീലുനായാലും ഞാനായാലും കുറച്ച് വിഷമത്തോടെ ആ ഒരു കാര്യം പറയുന്നത്. ഞങ്ങളെ പറ്റി അങ്ങനെ പറയില്ല, നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ, പോസിറ്റീവ് പറയുന്നില്ല എന്ന് പറയുന്നില്ലേ? ശരിയാ, നിങ്ങൾക്ക് ഈ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെയൊക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആസ് എ വെൽ വിഷർ ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലേ? ചേച്ചി ഇത് ശരിയല്ല, ചേച്ചി അത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ എന്നാ തൃപ്തിയാന്നറിയാം അത് കേൾക്കാൻ തന്നെ. ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല. ഈ ശരിയല്ല എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മളെ അറിയോ? ഇല്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് ഞാൻ പറയുന്ന ഏത് വേർഷനാണെന്നറിയാവോ? ഇപ്പൊ ഷീലുവിനെ ഒരു സാരി അല്ലെങ്കിൽ ചേച്ചി ഈ സാരി ഈ കളർ ചേച്ചിക്ക് നന്നായിട്ട് ചേരും. മേ ബി അത് അവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സാരി ഉടുത്താൽ ചേച്ചിക്ക് നല്ല ഭംഗിയായിരിക്കും എന്ന് പറയുന്നതും, ആ സാരി ഉടുത്ത എന്തൊരു പന്നയാ, വേറെ എന്തെങ്കിലും അങ്ങനെ പറയുന്ന രണ്ട് വേർഷനില്ല. ഞാൻ പറയുന്നത് അതിനെ ഒരു നല്ല സെൻസിലെടുക്കാം, നല്ല രീതിയിൽ നമുക്ക് അതിനെ ഒരാളുടേക്ക് പ്രസന്റ് ചെയ്യാം. അയാളുടെ വെൽവിഷർ ആണെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്തോളൂ, ബട്ട് അയാളുടെ വെൽവിഷറായിട്ട് ക്രിട്ടിസൈസ്. പക്ഷെ എനിക്ക് തോന്നിയതേ നമ്മൾ ഈ ക്രിറ്റിസിസംസ് ഒക്കെ കൂടുതൽ വന്നിട്ട് എല്ലാ വ്യക്തികളും ഇപ്പൊ തെറ്റാന്ന് നമുക്ക് തോന്നിയ ചില കാര്യങ്ങളില്ലേ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് തെറ്റ്. പക്ഷെ അവരുടെ ആ ഒരു സർക്കംസ്റ്റൻസിൽ അവർക്കത് ശരിയായിരുന്നിരിക്കാം. കറക്റ്റാ.